എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ളോഗ്സിലേക്ക് സ്വാഗതം. സിംഗപ്പൂർ എയർപോർട്ടിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് ഞങ്ങൾ പുറത്തിറങ്ങി, എന്നിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോഴത്തേക്കും നമുക്ക് പോകാനുള്ള ബസ് വന്നു. നമ്മുടെ ട്രാവൽ പാർട്ട്ണർ ഫോർച്യൂൺ ടൂർസാണ്. നമ്മൾ 38 പാസഞ്ചേഴ്സ് ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് നമ്മൾ ഒരു ബസ്സിൽ കയറിയിട്ട് ആ ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ എല്ലാവരും ബസ്സിലേക്കൊക്കെ കയറി കംഫർട്ടബിളായിട്ടുള്ള സീറ്റിലിരുന്നു. ഇവിടെ നിന്നാണ് നമ്മുടെ ഗൈഡ് കയറുന്നത്. ഇത് ആളൊരു സിംഗപ്പൂർ സിറ്റിസണാണ്. കുറേ വർഷങ്ങളായിട്ട് സിംഗപ്പൂരാണ്. പിന്നെ ഇയാളുടെ ഗ്രാൻഡ് ഫാദേഴ്സൊക്കെ രാജസ്ഥാനിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. അതൊക്കെ പുള്ളി പറഞ്ഞു. സുഹേൽ എന്നാണ് ആളുടെ പേര്. ഫോർച്യൂൺ ടൂസിൻ്റെ ഒരു ഗൈഡുണ്ട്, വിനീത് എന്നാണ് പുള്ളിയുടെ പേര്. ലോക്കൽ ഗൈഡ് ഈ സുഹേൽ. മിസ്റ്റർ സുഹേൽ സിംഗപ്പൂരിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് ബ്രീഫ് ചെയ്തു. എന്നിട്ടാണ് നമ്മൾ ഓരോ സ്ഥലത്തേക്കും കൊണ്ടുപോയത്. നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പുള്ളി ക്ലിയർ ചെയ്ത് തരും. നല്ല ഒരു ഗൈഡായിട്ട് എനിക്ക് തോന്നിയത്. സിംഗപ്പൂർ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ സിറ്റിയാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് വളരെ ശരിയാണ് കേട്ടോ. റോഡിൻ്റെ 2 സൈഡിലും ഒരുപാട് മരങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ ഒരു ഇല പോലും താഴെ വീണ് കിടക്കുന്നില്ല. അത്രയ്ക്കും ക്ലീനായിട്ടാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഒറ്റ സാധനങ്ങളും വലിച്ചെറിഞ്ഞ് ബോട്ടിലോ അങ്ങനെയൊക്കെ വലിച്ചെറിഞ്ഞൊന്നും കളയാൻ പറ്റില്ല. അതിനൊക്കെ ഒരു പ്രത്യേക സ്ഥലം ഉണ്ടാവും, അവിടെ തന്നെ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഒരുപാട് ക്യാമറകളൊക്കെ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഫോളോ ചെയ്ത് പോലീസ് വന്ന് നമ്മളെ ഫൈൻ അടിപ്പിക്കും. ഏതാണ്ട് 80,000 ക്യാമറാസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അവർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മളിതറിയില്ല. പക്ഷേ നമ്മൾ അതുകൊണ്ട് തന്നെ പുള്ളി ആദ്യം പറഞ്ഞത് നമ്മളിത് സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യണം, അല്ലെങ്കിൽ തന്നെ നമുക്ക് തന്നെ പണി കിട്ടും. ഞങ്ങളവിടെ ചെന്നിറങ്ങിയപ്പോൾ തന്നെ നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് മഴ ചെറുതായിട്ട്, അങ്ങനെ ആദ്യം നല്ല മഴ ഉണ്ടായിരുന്നു എയർപോർട്ടിലൊക്കെ നിൽക്കുമ്പോൾ. അത് കഴിഞ്ഞ് ചെക്കൗട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും മഴ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറഞ്ഞു. ആദ്യമേ തന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് പോകുന്നത്. കണ്ടില്ലേ, ഒരു റെസ്റ്റോറൻറ്റിൽ എല്ലാം അറേഞ്ച് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ റെസ്റ്റോറൻറ്റിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയും ബ്രെഡും ഒക്കെ ഉണ്ടായിരുന്നു. ചട്നി, സാമ്പാർ, ചന, അങ്ങനെ നമുക്ക് ഇവിടെ നമ്മുടെ നാട്ടിൽ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് പോലെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ സ്പൈസസ് നല്ല സ്പൈസി ആയിട്ടുള്ള ഫുഡാണ്. അത് എന്നെ സംബന്ധിച്ച് എനിക്കത് അത്ര ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ വെജിറ്റേറിയനും കൂടി ആയതുകൊണ്ട് എനിക്കത്ര സുഖമായില്ല ഫുഡൊന്നും. പക്ഷേ ചില സ്ഥലത്തെ ഫുഡൊക്കെ വലിയ കുഴപ്പമില്ലായിരുന്നു എനിക്ക്. അപ്പോൾ ഞാൻ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്തു. റിവർ വാക്ക് തണ്ടൂർ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കയറിയത്. നല്ല ഫുഡൊക്കെയാണ്. ഇവിടെ തന്നെ ഒരു ഹോളിഡേ ഇൻ എന്ന് പറഞ്ഞ് ഒരു ഹോട്ടൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉണ്ട്. നമ്മുടെ ഇവിടെയും എറണാകുളത്തും ഒക്കെ ഉണ്ടല്ലോ ഹോളിഡേ ഇൻ. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം നമ്മൾ സൈറ്റ് സീയിങ്ങിനായിട്ട് പോയി. അവിടെ കുറച്ച് ബസ്സിൽ തന്നെ പോയത്. കുറച്ച് ദൂരം മാത്രം പോകാനുണ്ടായിരുന്നുള്ളൂ. സാൻഡ്സ് സ്കൈ പാർക്ക് എന്ന് പറഞ്ഞാൽ അത് കുറച്ച് മുകളിലേക്ക് ഉള്ള ഒരു ഭയങ്കര ഒരു ബിൽഡിങ്ങാണ്. അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് നമുക്ക് സിംഗപ്പൂർ നഗരത്തിലെ ഒരുപാട് കാഴ്ചകൾ കാണാം. പക്ഷേ എന്താ പ്രശ്നം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്നപ്പോഴത്തേക്കും നല്ല മഴയായിരുന്നു. അപ്പോൾ നമ്മൾ കുടയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, എങ്കിൽ പോലും അതൊന്നും ബാഗിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ ഒരുവിധം അഡ്ജസ്റ്റൊക്കെ ചെയ്ത് മഴയൊക്കെ നനഞ്ഞ് ഞങ്ങൾ ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ച് താഴേക്ക് പോന്നു. അവിടെ നിന്ന് ഞങ്ങൾ പോയത് ഒരു ഭയങ്കര ടൂറിസ്റ്റ് അട്രാക്ഷനായിട്ടുള്ള ഒരു പ്ലേസിലേക്കാണ്.
ഒരു ഐക്കോണിക് ലയൺ സ്റ്റാച്യു. സിംഗപ്പൂരിലെ ഒരുപാട് ടൂറിസ്റ്റുകൾ വന്ന് കാണുന്ന, നമ്മൾ സിനിമയിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഒരു ലയണിൻ്റെ ഒരു സ്റ്റാച്യു, അതിൻ്റെ വായിൽ നിന്ന് ഇങ്ങനെ ഫൗണ്ടൻ പോലെ വെള്ളം വന്ന് വീഴണ ഒരു ഇതാണ്. നല്ല രസമാണ് കാണാനായിട്ട്. അവിടെ നിന്ന് ഞങ്ങൾ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു. ഒരുപാട് സ്ഥലത്ത് ജപ്പാൻ, അതുപോലെ തന്നെ തായ്വാൻ, ഫിലിപ്പൈൻസ്, അവിടെ നിന്നൊക്കെ ഉള്ള ഒരുപാട് ആൾക്കാർ, ടൂറിസ്റ്റുകൾ ഇവിടെ ഉണ്ടായിരുന്നു. ചെറിയ മഴ ഉണ്ടായിരുന്നു, എങ്കിലും വലിയ കുഴപ്പമില്ലാതെ ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് മടങ്ങിയത്. ഇത് ശരിക്കും പറഞ്ഞാൽ പോർട്ടിൻ്റെ ഒരു സൈഡിലായിട്ടാണ് ഈ സ്റ്റാച്യു. അവിടെ നിന്ന് ഒരുപാട് ആ പോർട്ടിൻ്റെ ആ ചുറ്റുമുള്ള സീൻസൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റി. നല്ല രസമൊക്കെ കാണാനൊക്കെ ആയിട്ട്. അതെല്ലാം ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഉടനെ തന്നെ കാണാം.